ഇന്ത്യയിൽ ഇന്ന് തിരഞ്ഞെടുപ്പുകൾ യുദ്ധമായി മാറുകയാണെന്നും ഭരണകർത്താക്കളിലും ജനങ്ങളിലും ജനാധിപത്യ മൂല്യങ്ങൾ വളരാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നില്ലെന്നും പ്രമുഖ ഗാന്ധിയനും ചിന്തകനും ഏകതാ പരിഷത്ത് സ്ഥാപകനുമായ പി.വി. രാജഗോപാൽ അഭിപ്രായപ്പെട്ടു. കേരള സിവിൽ സൊസൈറ്റി മൂവ്മെന്റിന്റെയും വോട്ടേഴ്സ് അലയൻസിന്റെയും ആഭിമുഖ്യത്തിൽ പ്രകടന പത്രികകൾ ജനങ്ങളുടെ നിരീക്ഷണത്തിൽ എന്ന സംസ്ഥാനതല ക്യാമ്പയിൻ ഈരാറ്റുപേട്ടയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനാധിപത്യത്തിന്റെ അടിസ്ഥാന തത്വങ്ങളായ സുതാര്യതയും ജനങ്ങളോടുള്ള ഉത്തരവാദിത്വവും വിസ്മരിപ്പിക്കപ്പെടുകയാണ്. ജനാധിപത്യ മൂല്യങ്ങൾക്ക് സമൂഹത്തിൽ വേരോട്ടമുണ്ടാക്കാൻ ശ്രമിക്കുന്നതിനു പകരം ജനാധിപത്യ പ്രക്രിയകളെ കാമ്പില്ലാതെ ആഘോഷമാക്കുന്ന ഇന്നത്തെ കാലത്ത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തിരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങൾക്ക് നൽകുന്ന വാഗ്ദാനങ്ങളുടെ ഉടമ്പടിയായ പ്രകടന പത്രികകളെ ജനങ്ങളുടെ നിരന്തര നിരീക്ഷണത്തിന് വിധേയമാക്കാനുള്ള നീക്കം ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താനുള്ള വഴികളാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളത്തെ മുന്നോട്ട് നയിക്കാനായി ജനങ്ങൾ പുതുതായി തിരഞ്ഞെടുത്തവർ ജനങ്ങൾക്ക് മുന്നിൽ വെച്ച് തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ അവരുടെ പ്രവർത്തന പരിപാടിയാക്കണമെന്നും അധികാരമേറ്റെടുത്താൽ ഉടൻ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചുള്ള ധവളപത്രം പുറത്തിറക്കി ജനങ്ങളെ യഥാർത്ഥ ചിത്രം ധരിപ്പിക്കണമെന്നും അതുപോലെ പ്രകടന പത്രികയിൽ നിന്ന് ഈ വർഷം മുൻഗണനാടിസ്ഥാനത്തിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന വാഗ്ദാനങ്ങൾ പ്രഖ്യാപിക്കുകയും അവയ്ക്ക് ആവശ്യമായ തുക ബഡ്ജറ്റിൽ അനുവദിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. പുതിയ സർക്കാർ നിലവിൽ വന്നാൽ ഉടനെ മുഖ്യമന്ത്രിക്കും ചീഫ് സെക്രട്ടറിക്കും ധനകാര്യ സെക്രട്ടറി പ്ലാനിംഗ് ബോർഡ് വൈസ് ചെയർമാനും വോട്ടേഴ്സ് അലവൻസ് മെമ്മോറാണ്ടം സമർപ്പിക്കുന്നു. ഇതിനു മുമ്പ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിയോജക മണ്ഡലങ്ങൾ അടിസ്ഥാനത്തിൽ ചർച്ചാ സമ്മേളനങ്ങളും സംഘടിപ്പിക്കും. മെമ്മോറാണ്ടം സമർപ്പണത്തിന് ശേഷം ബജറ്റ് വിദഗ്ധരെ പങ്കെടുപ്പിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് വിപുലമായ സമ്മേളനവും സംഘടിപ്പിക്കും. ഈ വിഷയങ്ങളിൽ ഇടപെടാൻ താൽപര്യമുള്ളവർ 8089796658 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതുമാണ്. അഡ്വക്കേറ്റ് വി. ജെ. തോമസ് അധ്യക്ഷത വഹിച്ചു. വോട്ടേഴ്സ് അലയൻസ് ചെയർമാൻ അഡ്വക്കേറ്റ് ജോൺ ജോസഫ് ആമുഖ പ്രസംഗം നടത്തി. ഈരാറ്റുപേട്ട നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് വി. പി. നാസർ, സാനി പൈകട, വി. എം. അബ്ദുള്ള ഖാൻ, ഉണ്ണിക്കുഞ്ഞ്, ജോർജ് ജേക്കബ്, കബീർ ഷാ, അഡ്വക്കേറ്റ് ജോർജ് കുട്ടി, ജോഷി താന്നിക്കൽ, ബേബി പേണ്ടാനം, അപ്പച്ചൻ തെള്ളിയിൽ, എമ്മിച്ചൻ, മുഹമ്മദ് ഖാൻ എന്നിവരും പ്രസംഗിച്ചു. ഐഫോറിയ ന്യൂസ്, പാല.